വിശദമായിട്ടുള്ള 3 പൊതുസമ്മേളനങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഒന്ന് തിരുവനന്തപുരം നഗരസഭയിലും 2 ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ശ്രീ മധു മുല്ലശ്ശേരിയുടെ താമസ സ്ഥലവുമായി ബന്ധപ്പെട്ടും 2 വിപുലമായിട്ടുള്ള പൊതുസമ്മേളനങ്ങൾ അവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്ന് മധു മുല്ലശ്ശേരിയും അദ്ദേഹത്തിന്റെ മകൻ മിഥുൻ മുല്ലശ്ശേരിയും 2-3 സഹപ്രവർത്തകരെ മാത്രമേ ചേരുന്നുള്ളൂ. വൈകാതെ മറ്റുള്ളവരും കൂടി ചേരുന്ന വലിയ പൊതുസമ്മേളനങ്ങൾ ഉണ്ടാവും. ആദ്യം അഭിവാദ്യങ്ങൾ 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 മധു മുല്ലശ്ശേരിക്ക് അഭിവാദ്യങ്ങൾ മധു മുല്ലശ്ശേരിക്ക് അഭിവാദ്യങ്ങൾ 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 മധു മുല്ലശ്ശേരിക്ക് അഭിവാദ്യങ്ങൾ മധു മുല്ലശ്ശേരിക്ക് അഭിവാദ്യങ്ങൾ 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 മധു മുല്ലശ്ശേരിക്ക് അഭിവാദ്യങ്ങൾ മധു മുല്ലശ്ശേരിക്ക് അഭിവാദ്യങ്ങൾ. സ്വാഗതം 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 ബിജെപിയിലേക്ക് സ്വാഗതം ബിജെപിയിലേക്ക് സ്വാഗതം. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തതല്ലേ? മധു മുല്ലശ്ശേരി ചേരുമ്പോൾ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ പോലും കൂടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ്, യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഡിവൈഎഫ്ഐയുടെ നേതാവാണ്. മകൾ ഇന്നലെ വൈക്കത്ത് പാർട്ടി ചേർന്ന് കോട്ടയത്ത് കൊടുക്കും. ജയകൃഷ്ണനൊന്ന് പരിചയപ്പെടുത്തിയ ജയകൃഷ്ണൻ ജയകൃഷ്ണൻ പാർട്ടി മെമ്പറാണ്. മധുച്ചേട്ടൻ്റെ ഏറ്റവും അടുത്ത ശേഷാരനാണ്. ഇനി കൂടെ വന്ന പാർട്ടി പ്രവർത്തകരുണ്ട്. അവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ പ്രസിഡന്റ് പറഞ്ഞ പരിപാടി സ്ഥലങ്ങളിൽ വെച്ച് പാർട്ടി ചെയ്തു. കംപ്ലീറ്റ് ആവട്ടെ. ഇട്ടോളൂ. ഇരുന്നോ ഓക്കെ, സ്പീഡ് പെട്ടെന്ന് പറയട്ടെ. കഴിഞ്ഞ പറഞ്ഞോളൂ. മജുടെ പറയാൻ പറഞ്ഞോ. ഇദ്ദേഹത്തിന്റെ
ഇനി ബാക്കി പിന്നെ അല്ല അങ്ങനെ തന്നെ ഇരിക്കുന്നത് ഫോട്ടോ വന്നാൽ വെച്ചിടാം.